നെറ്റിക്കിടന്ന് വലിച്ചാണ് കേട്ടാ. നേരിട്ട് മൊത്തം കാണണ്ട കേട്ടോ. അവനോടെ ആര്? ജോസഫ്. എനിക്കെന്തില്ല. അത് പറയാൻ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? നിനക്കറിയാം അവനോട് ഉണ്ടെന്ന് പറയാൻ. നിന്നെ ചൂഴ്ന്നു തിന്നുവാൻ എത്തുന്നതിനന്ത്യം നിൻ ജീവനറ്റ ശരീരം കൊത്തി തിന്നും കഴുകന്മാർ. അവയുടെ ചുണ്ടിൽ നിന്ന് ഇറ്റുവീഴും നിൻ ചുടുരക്തം. നിന്നെ ഇല്ലാതാക്കുവാൻ കാത്തു നിൽക്കും തീജ്വാലകൾ. ശ്മശാനത്തിൽ നിനക്കായി കാത്തു നിൽക്കും അയാൾക്ക് കൊടുക്കും ഞാൻ നിൻ ശവം വൈകാതെ. ജോസഫ് എബ്രഹാം. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? സാരമില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പേടിക്കണ്ട, യു സ്റ്റിൽ അലൈവ്. ഇത് ക്ലോറോഫോമാണ്, വിഷമല്ല, കൊല്ലില്ല. എനിക്കറിയാം നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്. ഞാൻ ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു എന്നല്ലേ? സോ സിമ്പിൾ. രവി മേനോൻ, നിന്റെ ചങ്ക് ബ്രോ. അവനാണ് എനിക്ക് സ്ഥലം പറഞ്ഞു തന്നത്. അവനെയല്ലേ നീ നിന്റെ അമ്മയെക്കാളേറെ സ്നേഹിച്ചത്, വിശ്വസിച്ചത്? അതേ അവൻ തന്നെയല്ലേ നിന്റെ ഉള്ളിൽ വിഷം കുത്തി നിറച്ച് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതും? എനിക്കറിയാം ജോസഫ്, എനിക്കെല്ലാം അറിയാം. എനിക്ക് ആദ്യം വേണ്ടത് അവനെയായിരുന്നു. എല്ലാ സ്ത്രീകളെയും മറ്റേ കണ്ണോട് കാണാൻ നിന്നെ പഠിപ്പിച്ച ആ നായിൻ്റെ മോനെ. ജോസഫെ, നിനക്കൊരു കാര്യം അറിയോ? രവി മരിച്ചിട്ടിപ്പോൾ ഏകദേശം 6.5 മണിക്കൂറായി. നിഷ കൊലക്കേസ് ഇപ്പോൾ ഈ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ക്രൈം. ജോസഫെ, നീ അവളെ ഒരു ദയവില്ലാതെ വളരെ ബ്രൂട്ടലായിട്ട് പിച്ച് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകുന്നു? നിന്റെ അമ്മയെപ്പോലെ അവളും ഒരു സ്ത്രീയാണെന്ന്. അവൾ അനുഭവിച്ച വേദന എത്രത്തോളാണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റൂടാ. എല്ലാം പോട്ടെ, എല്ലാം അറിയുമ്പോൾ നിന്റെ അമ്മയ്ക്കുണ്ടാകുന്ന വേദനയെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ?
എങ്ങനെ കഴിഞ്ഞു ജോസഫേ നിനക്ക് ചെയ്യാൻ? അരുൺ സി നായർ, ആ പേര് കേട്ടിട്ടുണ്ടോ ജോസഫ്? കേൾക്കാൻ വഴിയില്ല, കാരണം അവനൊന്ന് ജീവിച്ചിരിപ്പില്ല. ഒരാഴ്ചയ്ക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞ നിഷ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്തു. അവൻ ആരാണെന്നോ അവൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നോ നിനക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷേ ദൈവം നിനക്കെതിരെ നീക്കിയ ഏറ്റവും വലിയ കരുവാണ് അവൻ. ഹി വിറ്റ്നസ് ദ ക്രൈം. പോക്ക് കണ്ട നിക്കടി എവിടെ? കണ്ണിൻ്റെ മുമ്പിൽ എന്ത് ചെറ്റത്തരം നടക്കുന്നുണ്ടാലും പ്രതികരിക്കാൻ പേടിയുള്ള ഒരുപാട് ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു അവനും. അവൻ കണ്ട കാഴ്ച അവൻ മറക്കാൻ ശ്രമിച്ചു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ അന്നവൻ കണ്ട ആ പെൺകുട്ടിയെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞവന് കുറ്റബോധം തോന്നി കാണണം. അന്നവൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നും ആ പെൺകുട്ടി ജീവിച്ചിരുന്നേനെന്ന സത്യം അവൻ മനസ്സിലായി കാണണം. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ തന്നെ ഏറ്റുവാങ്ങി. ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. പക്ഷേ ആ ഫോട്ടോഗ്രാഫ്സ് കാണണ്ടേ നിനക്ക്? കാണണം. നിഷയുടെ കൊലപാതക കേസിൽ ഇരുട്ടിത്തമ്മെന്ന പോലീസുകാർക്ക് മുമ്പേ ഞാനിത് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ മറ്റൊരു ഗോവിന്ദച്ചാമിക്ക് തീറ്റിപ്പോറ്റാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. നിഷയുടെ കുടുംബത്തെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയോ? നീ ഇതൊക്കെ ആര് നോക്കാൻ പോകുന്നല്ലേ? അവർക്കിപ്പോൾ എല്ലാം അറിയാം, എല്ലാം. ഒരുപാട് സ്നേഹവും പ്രതീക്ഷയും വാത്സല്യമൊക്കെ കൊടുത്ത് അവർ വളർത്തിയ അവരുടെ മകൾക്ക് അവർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ വായിക്കലിടേണ്ടുന്നു. ആ ഒരു അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജോസഫേ. സമയമാകുന്നു. നിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നത് രാത്രി 11:30 നിന്റെ ശിക്ഷ ഞാൻ നടപ്പിലാക്കാൻ പോകുന്നതും അതേ സമയത്താണ്. എനിക്ക് മാപ്പ് തരണം, എന്നെ ഉപദ്രവിക്കരുത്. അങ്ങനെ പറയാനുള്ള ഒരു അവസരം ഞാൻ നിനക്ക് തരില്ല ജോസഫേ. അതിനുള്ള അർഹത നിനക്കിനിയില്ല. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ നിന്റെ വായ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത്. നിഷ ഇനി ഒരു ഓർമ്മ മാത്രമാണ്. പക്ഷെ അവൾക്കും നീ തകർത്ത് കളഞ്ഞ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നങ്ങൾക്കും നീതി ലഭിക്കണം. ആസ് എ കോമൺ മാൻ ഐ ആം ഗോണ ഗീവ് ദാറ്റ് ടു ദം. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ മനുഷ്യത്വവും ദയയും സ്നേഹവും നന്മയൊക്കെ ഉള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കുക. Goodbye, Lucifer.
ഞാനത് ചെയ്തു അമ്മേ. മോൻ വാ, തോർത്തിൽ തല തുടക്കി എന്തെങ്കിലും കഴിക്കാം. ജ്യോതി സിംഗ്, സൗമ്യ, അരുണ ഷാൻബാൻ, ജിഷ, അങ്ങനെ എത്രയോ പാവം ബലിയാടുകൾ. ഇവരുടെ പേരുകളുടെ കൂട്ടത്തിൽ ഇനിയും ഒരു പേര് തെളിയാതിരിക്കട്ടെ. ഇതൊക്കെ ചെയ്തവന്മാരെ വെറുതെ വിടാതെ വെട്ടിക്കീറണം എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ ഈ ചിത്രം നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാ സഹോദരിമാർക്കുമായി സമർപ്പിക്കുന്നു.